നമസ്കാരം. 30-ാം തീയതി ഉച്ചയ്ക്ക് 3:30 വെടിയേറ്റ് മരിച്ച CJ റോയിയുടെ ശവസംസ്കാരം ഇന്ന് നടക്കുകയാണ്. ബാംഗ്ലൂരിൽ നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും കേട്ടത് എന്താണ്? ആദായ നികുതി റെയ്ഡ് നടത്തിയതിൻ്റെ പേരിലുണ്ടായ വൈക്ലഭ്യം കാരണം, അദ്ദേഹത്തിനുണ്ടായ മാനസിക സമ്മർദ്ദം കാരണം സ്വയം വെടിവെച്ചു മരിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം തലയ്ക്ക് വെടിവെക്കാതെ കൈ വളച്ച് നെഞ്ചത്ത് വെടിവെച്ചത് എന്നുള്ളതിൽ സംശയമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നെഞ്ചു തുളച്ച് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശങ്ങൾ തകർത്താണ്, ഹൃദയം തകർത്താണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ബിസിനസ് ലോകം ഞെട്ടിയ ഈ സംഭവത്തിൽ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ സംശയത്തിൻ്റെ നിലയിലേക്കാണ് ചെന്ന് പതിച്ചത്. നമുക്കറിയാം, ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡാണ് എന്നാണ് കേട്ടതെങ്കിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ ചില ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. CJ റോയി ഏതെങ്കിലും തരത്തിൽ തടയുകയോ അദ്ദേഹത്തെ ഫോൺ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയോ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ ഞങ്ങൾ തടഞ്ഞു വെച്ചിട്ടില്ല. അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിൽ മോശമായി സംസാരിച്ചില്ല. പകരം അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ചില ഡോക്യുമെൻറ്റുകൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എത്തിയത്. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഞങ്ങൾ ഈ വെരിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഏകദേശം 6 പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്തെ ആളുകളെ ബിസിനസ്സുകാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ചില ഇടപാടുകളിൽ തോന്നിയ വലിയ സംശയങ്ങളാണ് ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയത്. ഈ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും വിളിച്ചു വരുത്തി പരിശോധിച്ച് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി തുടങ്ങിയതല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വിഷമവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അവിടെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് എന്തെങ്കിലും സാധാരണ റെയ്ഡ് നടക്കുമ്പോൾ ഈ ഫോൺ മേടിച്ചു വെക്കും, അദ്ദേഹത്തെ എഴുന്നേക്കാൻ സമ്മതിക്കില്ല, പോലീസ് ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ പോലീസിന്റെ സഹായത്തോടു കൂടിയല്ല വന്നത്. 8 ഉദ്യോഗസ്ഥന്മാർ വന്ന് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അവിടെയുള്ള ജീവനക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരുടെ ഓഫീസിൽ വന്നിരിക്കുന്നു. അയാളുടെ ആവശ്യമുള്ള ഡോക്യുമെന്റ് പരിശോധിക്കുന്നു എന്ന് കൃത്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 3 മണിയോട് കൂടിയിട്ടാണ് ഏകദേശം 3 മണിയോടെ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. ക്യാബിനിലേക്ക് പോയി പിന്നീട് കാണുന്നത് വെടിയേറ്റ് മരിച്ചു എന്ന് പറയുന്ന കാര്യമാണ്. ഞങ്ങൾ എന്നിട്ടും റെയ്ഡ് തുടർന്നു. ഇത് കഴിഞ്ഞാലും ഞങ്ങൾ റെയ്ഡ് തുടരും. റെയ്ഡല്ല, ഞങ്ങൾ പരിശോധന തുടരും. ആ പരിശോധന ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. അല്ലാതെ കോൺഫിഡന്റ് CK റോയിനോടുള്ള എന്തെങ്കിലും വിരോധമോ എന്നുള്ള, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് വന്നതെങ്കിലും ഇത് അദ്ദേഹം മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇത് തന്നെയാണ്, ഈ സമ്മർദ്ദമാണ് എന്നുള്ള നിലയിലേക്ക് പോകുന്നുണ്ട്. അതിലുപരി എന്തുകൊണ്ട് തലയ്ക്ക് വെടിവെക്കുന്നതിന് പകരം നെഞ്ചത്ത് വെടിവെച്ചു എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിൽ വെച്ചിരുന്നു. ഇപ്പോൾ ശവസംസ്കാര ചടങ്ങിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.